എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അഷ്ടശക്തികളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അഷ്ടഭുജങ്ങളുള്ള ദേവിയുടെ ചിത്രം. എന്താണ് ദേവികൾക്ക് അഷ്ടഭുജം കൊടുത്തിരിക്കുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവീദേവതമാർക്ക് അഷ്ടഭുജങ്ങൾ കൊടുക്കുന്നത് അവരിൽ അഷ്ടശക്തികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരു റെപ്രസെൻറ്റേഷൻ, ഒരു പ്രതിനിധാനം ചെയ്യുന്നതാണ്. എന്താണ് ഈ അഷ്ടശക്തികൾ? അഷ്ടശക്തികൾ എന്താണ്? ഈ ദേവീദേവതമാർക്ക് മാത്രം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഈ അഷ്ടശക്തികൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അവർക്ക് മാത്രമാണോ ഈ അഷ്ടശക്തികളുള്ളത്? നമ്മളിലും അതുണ്ടോ? നമുക്കത് ആർജിക്കാനാവുമോ എന്നെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി പറയുന്നത്, അഷ്ടഭുജങ്ങളിൽ ആദ്യത്തെ ഭുജം റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തിനേയും സ്വീകരിക്കാനുള്ള, ഉൾക്കൊള്ളുവാനുള്ള ഒരു ശക്തിയെയാണ്. നമുക്ക് ചുറ്റുമുള്ളവർ എങ്ങനെയായിരിക്കോട്ടെ, ഏതുപോലെ ആയിരിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതികൾ എങ്ങനെയായിക്കോട്ടെ, നമ്മൾ അത് അതേപോലെ തന്നെ വിശാല മനസ്കതയോടെ സ്വീകരിക്കുന്നു, എല്ലാവരെയും അംഗീകരിക്കുന്നു. അതായത് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു വിശാലത വരുന്നു. എനിക്ക് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയായാലും അവരായി തന്നെ ഉൾക്കൊള്ളാനുള്ള ശക്തി, അതാണ് ഈ സ്വീകരിക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള ശക്തി. അതായത് മറ്റുള്ള ആളുകളുടെ സ്വഭാവ സംസ്കാരങ്ങൾ എന്നിൽ പ്രഭാവം വരുത്തുന്നില്ല, എന്നെ ബാധിക്കുന്നില്ല. എങ്ങനെയാണോ അതേപോലെ നമ്മൾ അവരെ അംഗീകരിക്കുക. അതാണ് അഷ്ടശക്തികളിൽ ഒന്നാമത്തത്, സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളുവാനുള്ള കഴിവ്. രണ്ടാമതായി പറയുന്നത് സഹിക്കാനുള്ള ശക്തിയാണ്. തനിക്ക് ചുറ്റും എന്തെല്ലാം നടന്നു, മറ്റുള്ളവരെങ്ങനെ എന്തെല്ലാം ചെയ്താലും അത് ക്ഷമിക്കാനും, മറ്റുള്ളവരെ കാണിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നമുക്ക് മറക്കാനും പൊറുക്കാനും സാധിക്കണം. അതാണ് മറ്റുള്ളവരെ സഹിക്കാനുള്ള ശക്തി. ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ മനസ്സിനെ അചഞ്ചലമായി വയ്ക്കും, ക്ഷമിക്കും, മറ്റുള്ളവരോട് മറക്കും, പൊറുക്കും. അതാണ് സഹിക്കാനുള്ള ശക്തിയാണ് രണ്ടാമത്തെ അഷ്ടശക്തികളിലൊന്ന്. അതാണ് അഷ്ടഭുജങ്ങളിൽ ഒരു ഭുജം. മൂന്നാമതാണ് നേരിടാനുള്ള ശക്തി. എനിക്ക് ചുറ്റും ധാരാളം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും വരും. അവയെ നേരിടാനുള്ള കഴിവ് വേണം. ഞാൻ മഹാവീരനാണ്, നിർഭയനാണ്, ധീരനാണ്. അതായത് അംഗദനെ പോലെ, പർവ്വതം പോലെ അചഞ്ചലനാണ്. ആ ഒരു ശക്തി, ആ നേരിടാനുള്ള ആ ശക്തിയെയാണ് മൂന്നാമത്തെ അഷ്ടശക്തികളിലൊന്നായിട്ട് കണക്കാക്കുന്നത്. നാലാമത്തതാണ് ഭാണ്ഡം മുറുക്കാനുള്ള ശക്തി. ഈ കാലഘട്ടത്തിൽ എനിക്ക് എന്തെല്ലാം ഇവിടെ ലഭിച്ചു, അതെല്ലാം ഇവിടെ വിട്ടിട്ട് നമ്മൾക്ക് പോകണം, അത് ഉറപ്പാണ്. എന്തെല്ലാം നമ്മൾ ഭൗതികമായ നേട്ടങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇവിടെ ഇട്ടിട്ട് നമ്മൾക്ക് പോകണം എന്നുള്ള ഒരു ശ്രദ്ധ. ആ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ളൊരു ഭാണ്ഡമുണ്ട്. എന്താ അത്? കുറേ പുണ്യങ്ങളുടെ ഒരു ഭാണ്ഡവുമായിട്ടാണ് തോന്നുന്നത്. ആ പുണ്യം ശേഖരിക്കുക എന്നുള്ളതാണ് ഭാണ്ഡം മുറുക്കാനുള്ള ശക്തി എന്ന് പറയുന്നത്. നമ്മൾ പോകാനുള്ള ഭാണ്ഡം മുറുക്കുമ്പോൾ അതിനകത്ത് ശേഖരിക്കേണ്ടതാണ് പുണ്യകർമ്മങ്ങൾ. ദേഹവും ദേഹസംബന്ധമായ കാര്യങ്ങൾ, കണക്കുകൾ, ബന്ധനങ്ങൾ, മമതകളെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ പരലോകത്തേക്ക് പോകണം. ആ പരലോകത്തേക്ക് പോയിട്ട് സത്യയുഗത്തിലേക്കുള്ള ടിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾ പുണ്യങ്ങൾ ധാരാളം ചെയ്ത് നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. ആ പുണ്യവുമായിട്ടാണ് നമ്മൾ പരലോകത്തേക്ക് പോകുന്നത്. ആ പുണ്യം ശേഖരിക്കാനുള്ള ഒരു കഴിവാണ്, അതായത് ഭാണ്ഡം മുറുക്കാനുള്ള കഴിവാണ് നാലാമതായിട്ടുള്ള ശക്തി. അടുത്തതാണ് തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഒരു തെളിഞ്ഞ ജലാശയത്തിലാണ് അതിൻ്റെ അടിത്തട്ട് വ്യക്തമായി കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ശാന്തമായ മനസ്സിലെ ശരിയായ തീരുമാനങ്ങൾ വേണ്ട സമയത്ത്, വേണ്ട രീതിയിൽ, വേണ്ടുന്ന നേരത്ത് തന്നെ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായി വയ്ക്കാനുള്ള ഒരു കഴിവും അത് തീരുമാനം വേണ്ട സമയത്ത് വേണ്ടതുപോലെ എടുക്കാനുള്ള കഴിവുമാണ്
അഞ്ചാമത്തേത് തീരുമാനമെടുക്കാനുള്ള കഴിവ്. ഇനി ആറാമത്തെ ശക്തിയാണ് തിരിച്ചറിയാനുള്ള ശക്തി. അതായത് അഷ്ടശക്തികളിൽ ആറാമത്തേത്. അതായത് തൻ്റെ ബുദ്ധിയെ പവിഴബുദ്ധിയാക്കി ഹംസബുദ്ധിയാക്കി വയ്ക്കുക. അതായത് പാപവും പുണ്യവും തിരിച്ചറിയാനറിയുക. നന്മ ഏതാണ് തിന്മ ഏതാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അതുണ്ടായിരിക്കുക. അതായത് പഴയ ലോകത്തിൽ ധാരാളം ചതിക്കുഴികളുണ്ടാവും, അത് തിരിച്ചറിയാനാകുക. ഒറിജിനൽ ഏതാണ് ആർട്ടിഫിഷ്യൽ ഏതാണ് അത് തിരിച്ചറിയാനുള്ള ശക്തി. ജീവിതം ഈ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ ജീവിതം സഫലമാവും. നമ്മൾ ചതിക്കുഴികളിൽ വീഴില്ല. ബുദ്ധി എപ്പോഴും നല്ല പവിഴബുദ്ധി, ക്ലിയർ ആയിരിക്കണം, ഹംസബുദ്ധി ആയിരിക്കണം. നല്ലത് മാത്രം പെറുക്കിയെടുക്കാനുള്ള ഹംസങ്ങൾ അങ്ങനെയാണ്. ഹോളി ഹംസങ്ങൾ പവിഴങ്ങളും രത്നങ്ങളും മാത്രമേ കുത്തിയെടുക്കുകയുള്ളൂ. അതേപോലെ നന്മയും പുണ്യവും നന്മയും മാത്രം തിരിച്ച് അറിഞ്ഞ് എടുക്കാനുള്ളൊരു കഴിവാണത്. ഏഴാമതാണ് സഹകരിക്കാനുള്ള ശക്തി. അതായത് സഹയോഗം കൊടുക്കുക. നമുക്ക് ചുറ്റുമുള്ളവർ അവരെങ്ങനെയുള്ളവരായാലും അവരുമായി സഹകരിക്കുക. നമ്മുടെ സമയവും ശ്രദ്ധയും മറ്റുള്ളവരുടെ സഹയോഗത്തിനും കൂടി വേണ്ടി വിനിയോഗിക്കുക. അതായത് സഹകരണം കൊടുക്കുകയും വേണം, എടുക്കുകയും വേണം. തൻ്റെ കൈകൾ എപ്പോഴും സഹായത്തിനായി നീട്ടിവെക്കുക. അതാണ് ഒരു സമർപ്പണ ബുദ്ധി. അതാണ് സഹകരിക്കാനുള്ള ശക്തി. അതാണ് ഈ അഷ്ടശക്തികളിൽ ഏഴാമത്തേത്. എട്ടാമത്തേതാണ് ഉൾവലിയാനുള്ള ശക്തി. അതായത് ഒരു അന്തർമുഖത അല്ലെങ്കിൽ വിസ്താരത്തിൽ നിന്നും സാരത്തിലേക്ക് വരാനുള്ളൊരു കഴിവ്. ഉള്ളിലൊരു മാനസികമായ പക്വത വികസിപ്പിക്കുക. അതായത് തൻ്റെ ഇന്ദ്രിയങ്ങളെ തൻ്റെ ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കാനും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ്. അത് കണ്ണ് കാണേണ്ടത് മാത്രം കാണുക, കേൾക്കേണ്ടത് മാത്രം കേൾക്കുക, പറയേണ്ടത് മാത്രം പറയുക. ഇന്ദ്രിയങ്ങൾക്ക് അടിമയാകാതെ ഇന്ദ്രിയങ്ങൾക്ക് അധിപനാകുക, ഇന്ദ്രിയ ജിത്താകുക. ഓരോ ഇന്ദ്രിയങ്ങളും നമ്മളുടെ നിയമത്തിനനുസരിച്ച് നടത്തുക, ഇന്ദ്രിയങ്ങളുടെ അധികാരിയാകാൻ കഴിയുക. മനസ്സും ബുദ്ധിയും അന്തർമുഖിയായിരിക്കണം. എന്നാലേ ആ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സദാ സുഖിയും ആനന്ദത്തിലുമായിരിക്കും. അങ്ങനെ ഈ അഷ്ടശക്തികളും നമ്മൾക്ക് പ്രപഞ്ചത്തിൽ നിന്നും ശിവനിൽ നിന്നും കിട്ടുമ്പോഴാണ് നമ്മൾ ശക്തികളാവുന്നത്, ശിവൻ്റെ ശക്തികളാവുന്നത്, ശിവശക്തികളാവുന്നത്. പ്രപഞ്ചനാഥനായ ശിവനിൽ നിന്നും രൂപം കൊണ്ട ഈ ശക്തികൾ നമ്മൾ വരുമ്പോൾ നമ്മൾ ശിവശക്തികളാകുന്നു. അതാണ് ദേവീദേവതകളുടെ ശിവശക്തികൾ എന്ന് പറയുന്നത്. ഈ ഗുണങ്ങളെല്ലാം നമ്മൾക്ക് ഉൾക്കൊള്ളാനാവില്ലേ, നമ്മൾക്ക് നേടാനാവില്ലേ? നമ്മൾ ഈ ഗുണങ്ങളെല്ലാം നേടിക്കഴിഞ്ഞാൽ നമ്മളും ദേവീദേവതകളാകും. അല്ലാതെ നമ്മൾ അവരെ പോയി തൊഴുത് അവരോട് യാചിക്കുകയല്ല വേണ്ടത്. ഈ ഗുണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി, ഞാനും നിങ്ങളും ജീവിതത്തിലേക്ക് പകർത്തി ഈ ഗുണങ്ങൾ അഷ്ടശക്തികൾ നമ്മൾ സ്വായത്തമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ വ്യത്യാസമുണ്ടാവും. ജീവിതം ആകെ മാറും. ഇവിടെ സ്വർഗമാവും, ഇവിടെ ദേവീദേവതകളുടെ നാടാവും. അതായത് ഇപ്പോഴുള്ള ആസുരീയതയില്ല, നമ്മളിൽ നിന്നും മാനുഷികതയും ആസുരീയതയിലും പോയി ഇവിടെ ദേവീദേവതകളാവും. അതാണ് സ്വർഗം എന്ന് പറയുന്നത്. നമ്മളുടെ ഈ സ്വഭാവം എന്ന് മാറുന്നു, എന്ന് നമ്മൾ ഇതെല്ലാം അഷ്ടശക്തികളൊക്കെ നേടുന്നു, അന്ന് തുടങ്ങി ഇവിടെ സ്വർഗമാകാൻ തുടങ്ങും. സ്വർഗമല്ലാതെ നമ്മളൊരു തേർഡ് ഡയമെൻഷനിലുള്ള ഒന്നുമല്ല. ഈ ഭൂമി തന്നെയാണ് സ്വർഗം, നമ്മൾ തന്നെയാണ് സ്വർഗമാക്കുന്നത്. അത് നമ്മളിൽ അതിന് വേണ്ട മാറ്റങ്ങൾ വരുത്തണം. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം.